ഹായ്, എല്ലാവർക്കും സുഖല്ലേ? നമ്മളിവിടെ നിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബീഫ് ഫ്രൈ ടാക്കോസ് ആണ്. കേരള മെക്സിക്കൻ ഫ്യൂഷനാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? വേഗം തന്നെ ആദ്യം തന്നെ നമുക്ക് ബീഫ് ഫ്രൈ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാൻ 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഇതെല്ലാം ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു 6 വിസിൽ അടിച്ചെടുക്കുന്നുണ്ട് ഞാൻ. ഓക്കെ, അതിനുശേഷം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു വലിയ ജീരകം 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അതും നല്ല പൊട്ടി വരുന്ന സമയത്ത് 2 സബോള നല്ലപോലെ സ്ലൈസ് ചെയ്തിട്ട് അതും നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. സോട്ടായി വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില, ഒരു 2 പച്ചമുളക് നീളാനായിരുന്നത് അതും ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ പച്ചമണം എല്ലാം മാറി വരുമ്പോൾ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, അര ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അത് ഇട്ട് നല്ലപോലെ വഴറ്റി അതിൻ്റെ ആ ഒരു പച്ചമണം പോയി വരുമ്പോൾ നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി നല്ലപോലെ വഴണ്ടി വരുമ്പോൾ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് ആഡ് ചെയ്ത് നല്ലപോലെ തിളച്ച് ഞാൻ ഇവിടെ വല്ലാണ്ട് ഡ്രൈ ആക്കുന്നില്ല കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും നല്ലപോലെ ഇളക്കി ഡ്രൈ ആക്കി എടുക്കാം. ഒരു റോസ്റ്റ് ടു ഫ്രൈയുടെ ഒരു രൂപത്തിലാണ് എടുക്കുന്നത്. നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ടാക്കോസിനായിട്ടുള്ള തോർത്തില്ല ഉണ്ടാക്കാം. ഞാൻ തോർത്തില്ലയുടെ ആക്ച്വൽ റെസിപ്പി ഒന്നല്ല, അത് ചപ്പാത്തിയും അല്ല, അങ്ങനെയും പറയാൻ പറ്റില്ല. അപ്പം ഞാനൊരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് ആട്ട, പിന്നെ 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, പിന്നെ 1 ടീസ്പൂൺ ഉപ്പ്, ഇതെല്ലാം ഇട്ട് നല്ലപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. അരിച്ചതിന് ശേഷം 1 ടീസ്പൂൺ ഓയിലും ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. പിന്നെ നമ്മളുടെ വെള്ളം ചെറിയ ചൂടുള്ള വെള്ളമാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. അതിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നല്ല ചപ്പാത്തിക്കെല്ലാം കുഴക്കുന്ന പോലെ കുഴക്കാം. എന്നിട്ട് ചപ്പാത്തിക്കെല്ലാം പിടിക്കുന്ന പോലെ ചെറിയ നമ്മുടെ പപ്പടത്തിൻ്റെ ഒക്കെ പോലത്തെ വലിപ്പേ വേണ്ടുള്ളൂ, പിന്നെ കുറച്ചുകൂടി വലുത്. എന്നിട്ട് നല്ലപോലെ പരത്തിയെടുക്കാം. ഞാനിവിടെ എല്ലാം ബോളും ഞാൻ ഒന്നേ കാണിക്കുന്നുള്ളൂ, എല്ലാ ബോളും ഇവിടെ നല്ലപോലെ പരത്തിയെടുത്തിട്ട് നമുക്ക് ഒരു പാൻ വെച്ചിട്ട് നമുക്ക് ചപ്പാത്തി എല്ലാം ചുടുന്ന പോലെ ചുട്ടെടുക്കാം. തോർത്തില കുറച്ച് ഞാൻ ഈ മറ്റേ ഫ്രൈഡ് ആയിട്ടുള്ള തോർത്തില വെച്ചിട്ടല്ല, ഞാൻ സോഫ്റ്റ് ആയിട്ടുള്ള തോർത്തില വെച്ചിട്ടാണ് ടാക്കോസ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്ത് ഞാനിവിടെ റോ മാംഗോ സൽസയാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അതിനായിട്ട് ഞാൻ മാംഗോ എടുത്തിട്ടുണ്ട്. ഒരു 1/2 കഷ്ണം ടൊമാറ്റോ, 1/2 കഷ്ണം സവോള, പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ സാൾട്ട്, പെപ്പർ, കുറച്ച് ലൈം ജ്യൂസ്, ഇതെല്ലാം ഇട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റോ മാംഗോ സൽസ ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ഇനി അത് അസംബിൾ ചെയ്യാം ടാക്കോസിന്. അതിനായിട്ട് 2 ടാക്കോസ് ബ്രെഡ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ സാധാരണ കാണാൻ ചിലപ്പോൾ മറ്റേ കോൺ ടാക്കോസ് ഒക്കെ ആയിരിക്കും, പക്ഷെ നോർമൽ തോർത്തിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ടാക്കോസ് ഇങ്ങനെ മോൾഡ് ചെയ്യാം ഒരു യു ഷേപ്പിൽ. എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് റോമൻ ലെറ്റ്യൂസ് ആണ് ഇട്ടേക്കണം. റോമൻ ലെറ്റ്യൂസിന് പകരം നിങ്ങൾക്ക് ക്യാബേജോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഓക്കെ, എന്നിട്ട് നമ്മളുടെ ബീഫ് ഫ്രൈ അതിലേക്ക് എടുത്ത് വെക്കാം. ഓക്കെ, ബീഫ് ഫ്രൈ 2 ടാക്കോസിലേക്ക് നല്ലപോലെ ഫിൽ ചെയ്ത് വെക്കാം. നല്ലൊരു ഡിഷാണ് കേട്ടോ, നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, നിങ്ങളിപ്പോൾ ഈ കാണുന്ന എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഞാനിവിടെ നമ്മുടെ റോ മാംഗോ സൽസ 1 ടീസ്പൂണും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ മേലെ നമ്മളെ തൈരാണ് ഇടുന്നത്. നിങ്ങൾക്ക് സവർ ക്രീമോ എന്ത് വേണമെങ്കിലും ഇടാം കേട്ടോ, കുഴപ്പമില്ല. ഡയറി ഐറ്റംസിലുള്ള സവർ ക്രീം ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബീഫ് ടാക്കോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ കമൻസ് എല്ലാം ഒന്ന് പറയണേ. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.